ഹലോ, അസ്സലാമു അലൈക്കും. എന്തെല്ലാ വിശേഷം? എന്തെല്ലാ ശരിക്കും സുഖമല്ലേ? കുറേ ആയില്ലേ നമ്മൾ വ്ളോഗിൽ കണ്ടിട്ട്. അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടുണ്ട് അങ്ങനെ പോകുന്നു. ഇന്നൊക്കെ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ആക്കാനുണ്ട്. ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എന്തായാലും വ്ളോഗിൽ ബാക്കി കാര്യങ്ങളെല്ലാം പറയാം. ഇപ്പോൾ രാവിലെ 7:30 മണി. ഞാനും ഇക്കയും കൂടി ജിമ്മിലേക്ക് പോകലാം. ഇപ്പം ഞാനും ഇക്കയും വേറെ വേറെ ജിമ്മിലാട്ടോ പോകുന്നത്. ഇക്ക ഇവിടെ അടുത്തുള്ളതാണ്. അപ്പോൾ ഇക്കക്ക് നടന്നിട്ടും പോകാൻ പറ്റും. അപ്പം ഞാൻ ഇക്കാനെ ഇറക്കിയിട്ട് ഞാനിതാ ഞാൻ ആദ്യമേ പോകുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഇന്നിപ്പോൾ എൻ്റെ ഒക്കെ അമ്മായി ഇല്ല. അമ്മായിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ വൈകുന്നേരം പോകല്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ നേരത്തെ ഇക്കാൻ്റെ ഒക്കെ വന്നുകൊണ്ടാണ് അമ്മായി ഇല്ലാത്തേട്ടാ. എനിക്ക് പിന്നെ കുട്ടികളെ സ്കൂളൊന്നും അയക്കണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഈ സമയത്തും വരാൻ പറ്റും. പിന്നെ ഞാനില്ലേ ഇവിടെ ഇപ്പം 3-4 മാസമായി ജിമ്മിലോട്ട് വരാൻ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്ക് ഓരോ സംഭവങ്ങൾ പുതിയതായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കില്ല. ഇതിപ്പം ഞാൻ ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ചെയ്യുന്നത്. ഇതെനിക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ബാലൻസ് കിട്ടില്ല. പക്ഷേ ആദ്യം ഞാൻ വെയിറ്റ് എടുക്കാണ്ട് ചെയ്ത് ബാലൻസായി വന്നതേനു. പിന്നെ വെയിറ്റ് എടുത്ത് ചെയ്യുമ്പോൾ പിന്നെയും ബാലൻസ് കിട്ടാത്ത പോലെ. പിന്നെന്താ ഇപ്പോൾ കുറച്ച് വെയിറ്റെല്ലാം ഞാൻ കൂട്ടി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ ലേഡീസ് പ്രത്യേകിച്ച് വെയിറ്റ് സ്ട്രെങ്തനിങ് ചെയ്യണം എന്നെല്ലാം ഞാനിങ്ങനെ കുറേ കാണും. എന്നാൽ നമ്മൾ മസിൽ ലൂസാവില്ല, അങ്ങനെയെല്ലാം ഞാൻ കുറേ കാണലുണ്ട്. നമുക്ക് 30 വയസ്സെല്ലാം ആവാൻ പോകുമ്പോൾ 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മസിൽ കൂടാണ്ട് മസിൽ ലോസ് ആവുമല്ലോ സംഭവിക്കുക. അപ്പോൾ ഇങ്ങനെ സ്ട്രെങ്തനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ മസിൽ ലോസ് സംഭവിക്കാണ്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ വീഡിയോസിൽ കാണലുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്താ, എന്നോട് ട്രെയിനർ ഉണ്ടോ എന്ന് ചോദിക്കലുണ്ട്. ഞാൻ പേഴ്സണൽ ട്രെയിനറിനെ ഞാൻ വെച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ഇവിടെ 3 ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാ ഹെൽപ്പും ചെയ്യട്ടോ. അറിയാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. അങ്ങനെ നമ്മളൊന്നും അറിയാണ്ടൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ ഇഞ്ചുറി ആവും. അപ്പോൾ നമുക്ക് ട്രെയിനേഴ്സ് നമുക്കിവിടെ എല്ലാ സമയത്തും അവൈലബിളാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ പേഴ്സണലായിട്ട് വെച്ചിട്ടില്ല. This looks good, right? Yes. ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടാണ് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട കോച്ച്. 3 ആളുണ്ട്. പക്ഷെ 3 ആളും ഇപ്പം നമ്മൾ ഇവിടെ എവിടെയെങ്കിലും എല്ലാം ആയിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് അതുകൊണ്ട് എനിക്ക് പേഴ്സണൽ ട്രെയിനറിൻ്റെ ആവശ്യമുണ്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇവിടെ ഞാൻ ഈ വരുന്ന സ്ഥലത്ത് ഞാൻ അൽസലാം ഹോട്ടലിൽ ജിമ്മിലാട്ടോ വരൽ. ബുറൈമിൽ നിന്നുള്ള ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയുള്ള കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വന്നാലും ഇന്നും ആളും എണീച്ചിട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിന്ന് നല്ല ടയർഡായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫ്രഷ് ആവലും മിക്കാനക്ക് ചായയൊക്കെ ഞാനും ചായ കുടിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തേ. ഇവർ പിന്നെ രാവിലെ എണീച്ച് കഴിഞ്ഞാലില്ലേ എന്തെങ്കിലും പേപ്പർ കൊണ്ടെല്ലാം എന്തെങ്കിലും ആക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ കളി തുടങ്ങുമേ. പിന്നെ ഫോണിൽ ഗെയിം കളിക്കും. ഞാൻ ഫോണിലൊന്നും ഒരിക്കലും ഗെയിം ഡൗൺലോഡ് ചെയ്ത് കൊടുക്കലില്ലേ, ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ പിന്നെ ഒന്നും അവർക്ക് ചെയ്യാനില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെയെല്ലാം ഞാൻ സമ്മതിക്കലുണ്ട്. ഇവർ ശരിക്കുള്ള കളി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോ ഞാൻ അവരറിയാണ്ട് ഷൂട്ട് ചെയ്തതാണ്. ഞാൻ അറിയാണ്ട് പൊതുവേ അവരെ വീഡിയോ ഷൂട്ട് ചെയ്യലില്ല. പക്ഷേ ഇന്ന് ഞാൻ അവരെ കളിക്കുന്ന കണ്ടേരം ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി. I got the colored one too, but it's like the fake one. It's black. But see the difference. See the difference. This one is See black, how this one is beautiful black. this. See. Can you get that to me? Yeah. Look cool. Only the texture is cool, but it's not cute. It has a big smile. Yeah. Why is the Eyes on top. no? Why is the cheeks, the tubby cheeks on the top? But that's a rare one. That's a rare one. You got the rare one. Yeah, I got a lot of the rare one. Do you know? Do you know? Let's just put it all back. Oh, somebody said that's good. Somebody said we have the bad day in the world. Who said? The girl. Which girl? Okay. I put don't know this her in. bird. She didn't say her name. So we are gonna change No, dumplings. this is not mine. This is not mine. What? Where's my packaging? Where's my dumpling? This one is the normal. I'm gonna keep it. No. I need to get it. I like the tiny. Here, let me show you. We both got voice color. Oh my god! Oh!
പിന്നെ ഇല്ലേ നാട്ടിലേക്ക് പോകുന്നതെല്ലാം ഒരുക്കങ്ങളെല്ലാം തുടങ്ങി വന്ന് എന്നോട് കുറേ ആൾ ചോദിക്കുന്നുണ്ടേനു ഞാൻ തുടങ്ങീന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇപ്പോഴേ ഓരോരോ സംഭവങ്ങൾ എനിക്ക് ക്ലീൻ ആക്കി എടുക്കണം. ക്ലീൻ ആക്കൽ എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത സാധനങ്ങൾ കളയാൻ അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മൾ ഇങ്ങനെ കുറച്ച് വെച്ച സാധനങ്ങൾ ഉണ്ടാവില്ലേ, നമ്മൾ കളയേണ്ടതാണ് എന്നാലും നമ്മളിങ്ങനെ വെറുതെ വെച്ചിട്ടുണ്ടാവില്ലേ, അതെല്ലാം ഞാൻ നമ്മളെ മറ്റേ റൂമിൻ്റെ അലമാരിൻ്റെ മേലെയുള്ള കുറേ സാധനങ്ങൾ ഇന്ന് ക്ലീൻ ചെയ്തിനേനുവേ. പിന്നെ എന്നിട്ട് അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. കാര്യം അലമാരിൻ്റെ മേലെ കയറി എടുക്കുന്നതെന്ന് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലേ. നോക്കുമ്പോൾ ആടെ ഇവരെ പഴയ വാക്കറുണ്ട്. ഇത് ഞാൻ ആലൂന് യൂസ് ചെയ്ത് പിന്നെ എനിക്ക് ഫസ്റ്റ് ഇന്നുൻ്റെയായിരുന്നു ഇത്. എന്നിട്ട് ഇന്നു യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒന്നും പറ്റിയിട്ടില്ല ഇന്നുവിന്. അങ്ങനെ ഞാൻ അവിടെ തന്നെ കീപ്പ് ചെയ്തിട്ട് ആലു ഉണ്ടായ സമയത്ത് ആലൂനും ഈ വാക്കർ തന്നെയാണ് യൂസ് ആക്കിയ. എന്നിട്ട് ഞാനത് കളയാണ്ട് വെച്ച് ഞങ്ങൾക്ക് ഒരു മെമ്മറി ഇല്ലേ രണ്ടാളെയും കൂടി എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇത് വലിയ സാധനമല്ലേ, പിന്നെ ഞാനിപ്പം വിചാരിച്ചു ഇനി ഇത് കളയാമെന്ന്. അങ്ങനെ ഞാൻ കളയാൻ വേണ്ടി എടുത്തതാണ്. പിന്നെ ഇവർ നല്ല രസം ഇത് കാണാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മൾ 2 കുട്ടികളെ യൂസാക്കിയെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇഷ്ടം ഉണ്ടാവില്ലേ. അങ്ങനെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ വലിയ സാധനമായതുകൊണ്ട് നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ സ്ഥലമില്ല മെയിനായിട്ട്. നമുക്കിവിടെ മെയിൻ പ്രശ്നം. ഞാൻ ഇന്നുൻ്റെ ഒരു സൈക്കിൾ ചാടുന്ന സമയത്ത് ചാടുക എന്ന് പറഞ്ഞാൽ കളയുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടേനു അത് നാടെ വെച്ചുകൂടെ, നല്ല സൈക്കിളല്ലേ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തുകൂടെയെന്ന്. നമ്മളിവിടെ ആർക്കാണ് കൊടുക്കണ്ടേ. പിന്നെ എന്താ പറയുക, പിന്നെ നമുക്ക് എല്ലാം അങ്ങനെ വെക്കാൻ നമ്മൾ നാട്ടിലെ പോലെ സ്റ്റോർ റൂം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ നാട്ടിലൊന്നെങ്കിൽ മുറ്റത്തെങ്കിലും വെക്കൂലേ, ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് വേണ്ടാത്ത അപ്പം നമ്മൾ ചാടണം. അങ്ങനെ ഇത് ഞാൻ ഇഷ്ടം കൊണ്ട് വെച്ചതേനു. നാട്ടിലാണെങ്കിൽ ഞാനിത് ചാടൂല. എനിക്കിത് ഭയങ്കര ഒരു നമുക്ക് കണക്റ്റ് ആവുന്ന സംഭവങ്ങൾ ഉണ്ടാവില്ലേ അതേനു. പക്ഷേങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ചാടാണ്ട് നമുക്ക് പറ്റുകയും ചെയ്യൂല. അങ്ങനെ ഒഴിവാക്കേണ്ട കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോഴേ ഒന്ന് സെറ്റാക്കി വന്നാലേ എനിക്ക് പോകാൻ നോക്കുന്ന സമയത്ത് എല്ലാം കൂടി തിരക്കായി പോകില്ലേ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓരോ സ്ഥലങ്ങൾ എനിക്കെല്ലാം സെറ്റ് ചെയ്ത് വെക്കണമെന്ന്. പിന്നെ നാട്ടിലേക്ക് നമുക്കിങ്ങനെ ഞാനെല്ലാം എടുത്ത് കൊണ്ടുപോകുന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ അത്യാവശ്യം വേണ്ടുന്ന ഡ്രസ്സും കാര്യങ്ങളല്ലേ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇൻഷാ അല്ലാ ഇങ്ങോട്ടേക്ക് തിരിച്ച് വരുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ. പിന്നെ അങ്ങനെ അപ്പോൾ എല്ലാം കൂടി ഒരു ദിവസം ചെയ്യുമ്പോൾ ഭയങ്കര നമുക്ക് തലവേദനയായിരിക്കും. പിന്നെ നമുക്ക് എൻ്റെ പണികളും ഒന്നും നടക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി പോകാൻ ഇൻഷാ അല്ലാ 2 ആഴ്ചയും കുറച്ചും കൂടിയേ ഉള്ളൂ. ഒന്നുമില്ല, നീ റീഡ് ചെയ്തേ. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ നോക്കട്ടെ. ഏതായാലും റീഡ് ചെയ്തേ. माधव फुटबॉल खेल रहा। सेंटेंस आया वह अच्छा खिलाड़ी है। कल उसका मैच है। मैं चित्र बना रही है। ഓക്കെ, ഞാനൊരു സെൻറ്റൻസ് പറയാം, അതിൻ്റെ മീനിങ് നീ പറയണേ. വെയിറ്റ്. आप कहाँ से आए हैं? Where are you coming from? करेक्ट. उमर मेरा भाई है. Umar is my brother. ओके. मैं चित्र बना रही हूँ. I'm making a drawing. यस. आपको किससे मिलना है? Whom you want to see? यस. ഇതൊന്ന് ഓപ്പോസിറ്റ് വേർഡ്സാ. പിന്നെ ഇല്ലേ ഇന്നുവിന് ഹിന്ദി അറിയില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ ടെൻഷൻ ആക്കിയിട്ടില്ലേനാ, വെറുതെ. ഓള് സെറ്റായിട്ടാ. എന്താന്ന് പറഞ്ഞാൽ മെയിൻ പെട്ടെന്ന് സെറ്റാവാൻ ഇപ്പോൾ വെക്കേഷൻ അല്ലേ, ഇതൊന്നുമില്ല, സ്കൂളിൽ ഹോംവർക്ക് ഇല്ല, സ്കൂളില്ല, ക്ലാസ്സില്ല, ഫുള്ള് ഫ്രീ. അപ്പോൾ ഈ സമയത്ത് ട്യൂഷൻ കൊടുത്തോണ്ട് ഓള് പെട്ടെന്ന് സെറ്റായി. ഇപ്പോൾ സെൻറ്റൻസ് വായിക്കുന്നുണ്ട്, പിന്നെ എന്താ പറയുക, പെട്ടെന്ന് മീനിങ് മനസ്സിലാവുന്നുണ്ട്. ഈ വെക്കേഷൻ ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ കുട്ടികൾക്ക് റീഡിങ്, റൈറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, എഴുതാൻ, വായിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഈ വെക്കേഷൻ ടൈമിൽ തന്നെ നിങ്ങളൊന്ന് ഫിക്സ് ചെയ്യുക. അത് അവരെ ബേസിക് ഒന്ന് ക്ലിയർ ആക്കുക. എന്നാൽ പിന്നെ അവർക്ക് പുതിയൊരു വർഷം സ്കൂളിലേക്ക് പോകുമ്പോൾ ഇല്ലേ അവർക്ക് നല്ല ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു 2 മാസം വേസ്റ്റാക്കി കളയാണ്ട് 1 മണിക്കൂർ എഫക്റ്റീവായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കുക. പിന്നെ ആൽബിഡോനെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക. എന്നോട് ഡൗട്ട് ചോദിക്കാണ്ട് അവരെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരൊന്ന് കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുക. അവരെല്ലാം നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിളിക്കുക അങ്ങനെയൊന്നും വിചാരിക്കേണ്ട.
ഫ്രീ ആയിട്ട് നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തു അവരെ എല്ലാ ഡൗട്ടിനുള്ള റിപ്ലൈ ചെയ്യൂട്ടാ. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയുന്നില്ല, ഇംഗ്ലീഷ് എങ്ങനെയാണ് ബെറ്റർ ആക്കുക എന്നെല്ലാം എന്നോട് കുറേ ആൾ ചോദിക്കലുണ്ട്. അപ്പോൾ ഇല്ലേ, നിങ്ങൾ ആൽബിഡോൻ്റെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഒരു കോഴ്സ് ഉണ്ട്, അപ്പോൾ അതിൽ ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വേറൊന്നും സ്ട്രെസ്സില്ല, അവർ ഫുള്ള് ഫ്രീയാണ്. അവരെപ്പോഴും കളി തന്നെ ആയിരിക്കുമല്ലോ, പക്ഷെ അതിൽ കളിൻ്റെ അടക്കം വെക്കേഷൻ അവർ കളിക്കണം, പക്ഷെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അവർക്ക് ഒരു 1 hour ക്ലാസ് കൊടുത്തു കഴിഞ്ഞാലില്ലേ പെട്ടെന്ന് അവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. നമുക്ക് തന്നെ അറിയാലോ ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജും കൂടി ഉണ്ടെങ്കിൽ എല്ലാത്തിനും കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസും സ്കോപ്പും ഉണ്ടാവും. ആൽബിഡോന് ഫൗണ്ടേഷൻ കോഴ്സ് മാത്രമല്ല, ഓൺലൈൻ സ്കൂളിംഗ് എന്ന് പറഞ്ഞൊരു 1 year കോഴ്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും അല്ല ഓൺലൈൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പാരലായിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ സ്കൂളിംഗ് തന്നെ മതിയാവും ആൽബിഡോൻ്റെ. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ഫൗണ്ടേഷൻ കോഴ്സ്, പിന്നെ കിൻഡർ ഗാർഡൻ KG കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കിൻഡർ ഗാർഡൻ കോഴ്സസ് ഉണ്ട്. പിന്നെ 8, 9, 10 ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട്, കുറേ കുട്ടികളുള്ള വലിയ ബാച്ചല്ല, കുറച്ച് കുട്ടികളുള്ള ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ടുള്ള ട്യൂഷൻ കോഴ്സസും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ A+ ക്യാമ്പയിൻ, അങ്ങനെ ഒരുപാട് കോഴ്സസ് അവർക്ക് അവൈലബിൾ ആണ്. പിന്നെ എൻ്റെ കുറേ ഫോളോവേഴ്സ് ആൽബിഡോയിൽ ജോയിൻ ചെയ്തേനെ എന്നോട് പറയലുണ്ട്, ആൽബിഡോയിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്നെല്ലാം. അപ്പം നിങ്ങൾ അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്കൊരു ഓഫർ ഉണ്ട്. അത് നമ്മളെ ഫോളോവേഴ്സിന് വേണ്ടി സ്പെഷ്യലായിട്ട് YT001 എന്ന് പറഞ്ഞൊരു കോഡ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ എല്ലാ കോഴ്സുകളും എടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ കുട്ടികൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ അലക്കാനിടലും പിന്നെ എനിക്ക് 1-2 വാനിറ്റി എല്ലാം ക്ലീൻ ആക്കാനുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ഷെയർ ആക്കാം. ഞാൻ ഇൻഷാ അല്ലാ ഇനി അടുത്തൊരു വ്ളോഗിൽ മൊത്തത്തിൽ വീട് മൊത്തം ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിക്കാം കേട്ടോ. ക്ലീൻ ആക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം കളയുന്നതും എല്ലാം, കാരണം എനിക്കതെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. നിങ്ങൾക്ക് വ്ളോഗ്സ് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പക്ഷെ ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടലില്ലേ, അങ്ങനെ ഒരു 2-3 ദിവസം അത്രയും മാക്സിമം ഗ്യാപ്പ് എടുക്കലുള്ളൂ. പിന്നെ ഞാൻ റെസിപ്പി വീഡിയോ അപ്ലോഡ് ആക്കലുണ്ട്, നിങ്ങൾ കാണലുണ്ടോ എന്നറിയില്ല. ഞാനൊരു ബട്ടർ ചിക്കൻ ബിരിയാണി എല്ലാം അപ്ലോഡ് ആക്കിനേനു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു വെക്കണേ എൻ്റെ ചാനലിൽ കയറിയിട്ട്. പിന്നെന്താ, ഇപ്പോൾ അലക്കാനിട്ട് ഇനി എൻ്റെ ഈലില്ലേ ഇതിൽ മൊത്തത്തിൽ പല സാധനങ്ങളാണ്, പല ബ്രാൻഡിൽ നിന്നൊക്കെ അയച്ചു തന്നതെല്ലാം. പിന്നെ ഇതെല്ലാം അവർ അയച്ചു തരുമ്പം പറയും കീപ്പ് ചെയ്യണമെന്ന്. കാര്യം ഞാൻ ഒമാനിലായതുകൊണ്ട് ഞാൻ കൊറിയർ ത്രൂ ആണ് ഇങ്ങോട്ടേക്കെല്ലാം എടുക്കൽ. ഇൻ്റർനാഷണൽ കൊറിയർ ചെയ്യാൻ ഭയങ്കര ചാർജാണ്. എത്ര 1/2 കിലോയിൽ മുകളിലോട്ടേക്കാണെങ്കിൽ ഇപ്പോൾ 1 കിലോൻ്റെ ഉള്ളിൽ വരെ 4000, 3000 സംതിങ് അങ്ങനെയെല്ലാം റേറ്റ് ഉണ്ട്. അപ്പോൾ ബ്രാൻഡ് എനിക്ക് സാധനങ്ങൾ സെൻഡ് ചെയ്യുമ്പം പറയും ഇത് കീപ്പ് ചെയ്യണം, ഇനിയും വീഡിയോസ് വേണമെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതാണ് ഞാൻ ആർക്കും കൊടുക്കാണ്ട് ഇതിങ്ങനെ കീപ്പ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ വെക്കൽ. അങ്ങനെ എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട്, കുറേയെല്ലാം ഞാൻ കളയലുണ്ട് കേട്ടോ. പിന്നെ ചിലതെല്ലാം നമ്മൾ ഇങ്ങോട്ടേക്ക് അങ്ങനെ എടുത്താലും നമുക്ക് നല്ലതായിട്ട് തോന്നില്ല ചിലത്, അന്നേരം ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്ട് വെച്ച പ്രോഡക്റ്റ് ഉണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. അന്നേരം ഇല്ലേ ഇതെല്ലാം ഞാനിത് എടുത്ത് നോക്കുന്നത് ഏതാ ഡെർമവൈവോ അങ്ങനെ ഏതൊരു ബ്രാൻഡാണ്. അതെല്ലാം നല്ല ക്ലെൻസറാണ്, പക്ഷെ ഞാനത് മറന്നുപോയി യൂസാക്കാൻ. അങ്ങനെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ വെച്ചിട്ട് പിന്നെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ ചാടുന്നുണ്ട്. അല്ലാണ്ട് സ്കിൻ കെയർ അവിടെ വെക്കൂട്ടാ കുറച്ചെല്ലാം, പക്ഷേ ഇതെല്ലാം ഇനി ഞാൻ യൂസ് ചെയ്യുമെന്ന് അറിയില്ല. കാരണം ഇത് കസ്തൂരി മഞ്ഞൾ പിന്നെ രക്തചന്ദനം ഉണ്ടാവില്ലേ അതെല്ലാമാണ്, റെഡ് സാൻഡൽവുഡിൻ്റെ പൗഡറെല്ലാമാണ്. അതെല്ലാം ഇങ്ങനത്തെ സ്കിൻ കെയറെല്ലാം നല്ല ഇഷ്ടമുള്ളവർക്ക് ഇതെല്ലാം യൂസ് ആക്കാം. പക്ഷെ ഞാൻ യൂസ് ചെയ്ത് നോക്കി സൈഡ് എഫക്റ്റ് ഇല്ല എന്നറിഞ്ഞ് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, നല്ലതാണെന്ന് തോന്നി ഞാൻ വീഡിയോ ചെയ്തിട്ട് പിന്നെ ഞാനിത് യൂസ് ചെയ്യില്ല, ഞാൻ നിർത്തും, അങ്ങനെയാണ്. പക്ഷെങ്കിൽ നല്ലത് മാത്രമേ ഇത്രയും കാലം ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ അങ്ങനെ ഇതെല്ലാം ഞാൻ കളയാൻ പോകില്ല. പിന്നെ എവിടുന്നു നമുക്ക് കൺമഷിയെല്ലാം അയച്ചു തന്നിട്ടുണ്ടേനു അങ്ങനെ. പിന്നെ ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ടല്ലോ, നാട്ടിൽ പോലല്ലേ, അതുകൊണ്ട് പിന്നെ ഞാനിതെല്ലാം കളയാൻ പോകലാന്ന്. പിന്നെ ഇതിൽ കൺമഷി മാത്രം, ആ കൺമഷിയും പിന്നെന്താ ഇല്ല അത് ഞാൻ വെച്ചിട്ടില്ല. ഈ കാജലുണ്ടാവില്ലേ സ്റ്റിക്ക് കാജൽ, അത് മാത്രമേ വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ കളയല, ഒന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആർക്കെങ്കിലും എല്ലാം കൊടുക്കുകയെല്ലാം ചെയ്യേനു, പക്ഷേങ്കിൽ ബ്രാൻഡ് കീപ്പ് ചെയ്യാൻ പറയും, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ തന്നെ വെച്ചേനു.
പിന്നെന്താ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കളയാനുണ്ട് കേട്ടോ. ഇനിയിപ്പം എനിക്ക് ഡ്രസ്സെല്ലാം നാട്ടിൽ കൊണ്ടുപോകേണ്ടത് നോക്കി എടുത്ത് വെച്ചിട്ട് കൊണ്ടുപോകാത്തത് കളയാനുള്ളത് എല്ലാം കളയണം. പിന്നെ എന്നോട് നാട്ടിലുള്ളവർ മെസ്സേജ് ചെയ്യലുണ്ട് നിങ്ങൾ കളയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഡ്രസ്സ് അയച്ചു തരുമോ എന്ന് ചോദിക്കലുണ്ട്. കളയുന്ന ഡ്രസ്സല്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മളിനി യൂസ് ചെയ്യൂല എന്നുള്ള ഡ്രസ്സ് ഉണ്ടാവില്ലേ, കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തന്നെ. പക്ഷെ നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി. പക്ഷെ നമുക്ക് ഇതെല്ലാം നാട്ടിൽ കൊണ്ടുവരാൻ നമുക്ക് പറ്റൂല, വെയിറ്റ് അറിയൂലേ എല്ലാവർക്കും, പെട്ടെന്ന് വെയിറ്റ് ആവും. അതുകൊണ്ടെല്ലാം തന്നെ പക്ഷെ എനിക്ക് പറ്റുന്ന ഞാൻ കൊണ്ടുവന്നിട്ട് കൊടുക്കലുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കൊണ്ടുവന്നിട്ട് കുറച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടേനു. പിന്നെ അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഈടെ ആയാലും കളയൊന്നും ചെയ്യില്ല. ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ഇടാനുള്ള, അതിലിടുക ചെയ്യുക. പിന്നെന്താ അങ്ങനെ ഞാൻ നല്ലത് ഇതിലൊരു സ്ട്രോപ്പ് ക്രീം ഉണ്ടായിരുന്നു എൻവൈബൻ്റെ, അതെല്ലാം പുതിയതാണ്, ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിക്കില്ല അതെല്ലാം യൂസ് ചെയ്താൽ മതിയേനു എന്നിട്ട് ഡേറ്റ് ഉണ്ടോ നോക്കലാണ്. അങ്ങനെ ഞാൻ ഈ 2-3 കാജൽ സ്റ്റിക്കും പിന്നെ ആ ഒരു സ്ട്രോപ്പ് ക്രീമും മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം കളഞ്ഞ്. ഇനിയിപ്പോൾ ഇതിങ്ങനെ പുറത്തെടുത്ത് വെച്ചാൽ പോകുമ്പോൾ ഇല്ലേ എവിടെയെങ്കിലും പുറത്തേക്കെല്ലാം പോകുമ്പോൾ ഓരോരോ പ്രാവശ്യമായിട്ട് അങ്ങനെ കളഞ്ഞോളും. അല്ല എനിക്ക് കൊണ്ടുപോയി കളയാൻ ഭയങ്കര മടിയാണ്. ഈ ഡസ്റ്റ്ബിന്നിൻ്റെ അടുത്തേക്ക് നടന്നു പോകാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഇപ്പോൾ പുറത്തിറങ്ങിയാൽ ചൂടുമാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങലേ ഇല്ല. പിന്നെ ഇല്ലേ അങ്ങനെ തന്നെ ഇവരെ സ്റ്റഡി ടേബിളിൻ്റെ ഒരു 80% ചാടേണ്ടിയായിരിക്കും. ഇവർ കുറേ എന്തെല്ലാം ആക്കി വെച്ചതുണ്ടാവും, പിന്നെ വേണ്ടാത്ത ബുക്ക് ഉണ്ടാവും. ആലുവിൻ്റെ ബുക്ക് ഓളെ KG കഴിഞ്ഞ പാടന്നെ ഒരു സഞ്ചിയിൽ കെട്ടിയിട്ട് ഡസ്റ്റ്ബിന്നിൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചിന്. ഓൾക്കിനി പോകണ്ടാലോ എന്നുള്ള സന്തോഷത്തിൽ ഇന്നുൻ്റെ മൊത്തം എടുത്ത് തന്നെ ഉണ്ട്. ഇതെല്ലാം കളയേണ്ടത് തന്നെയായിരിക്കും. ഇനി ഇങ്ങനെ ഓരോ ഏരിയാസ് എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കളയണം. പിന്നെ ഇനിയിപ്പോൾ ചോറുണ്ടാക്കേണ്ട ടൈമായി. ഞാൻ ലേറ്റ് ആയിട്ടാട്ടോ കിച്ചണിലേക്ക് വന്ന കാര്യം ചോറാക്കൽ എനിക്ക് വലിയ പണിയുള്ള പണിയല്ല. ഒരു 20 മിനിറ്റ് ഒരു അരമണിക്കൂർ കൊണ്ട് എൻ്റെ പരിപാടി കഴിയുമേ. പിന്നെ ചോറിന് ഞാൻ കുറേ സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും ആക്കലില്ല. എനിക്കറിയില്ലേ, ഒരു കറിയാക്കും, ഒരു ഫ്രൈ ആക്കും, വറവ് ഉണ്ടാക്കലുണ്ട് പൊതുവെ. പക്ഷേ ഇന്ന് വറവും ഉണ്ടാക്കുന്നില്ല, കാര്യം വറവ് ഉണ്ടാക്കാനുള്ള ഒന്നും ഇവിടെ ഇല്ല. വറവ് മീൻസ് തോരൻ അങ്ങനത്തെ സംഭവങ്ങളുണ്ടാവില്ലേ അത്. അപ്പം ഇന്ന് ഞാൻ മീനും ഇല്ല കേട്ടോ ഇടാ, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതില്ലേ ലിവറല്ല, ഇത് ആടിൻ്റെ കിഡ്നിയാണ്. ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്വിക്കാക്കും. ലിവറിൻ്റെ ഒക്കെ ഒരു സംഭവം കിട്ടൂലേ, ലിവറല്ലാത്ത ലിവറിൻ്റെ പോലത്തെ അങ്ങനെ സ്മെല്ലും ആ ടേസ്റ്റും ഒന്നും ഇല്ലാത്തൊരു സാധനം കിഡ്നി, അതാണ്. പിന്നെ ഇത് ഞാൻ ഇപ്പം ഉപ്പ്, കുരുമുളക് പൊടിയിൽ ഇത് കൂടുതൽ കുരുമുളക് പൊടി ഇട്ടാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ മാത്രം മുളക് പൊടി, കുറച്ച് ഒരു കളറിന് വേണ്ടി മാത്രമേ മുളക് പൊടി ഇടുക, ബാക്കി ഫുള്ള് കുരുമുളക് പൊടിയാണ് ഇടുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, കുരുമുളക്, ഉപ്പ്, ഇത്രയും സാധനം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക. എന്നിട്ട് പിന്നെ ഞാൻ കറിയായിട്ട് വെക്കുന്ന പരിപ്പ് കറിയാണ്. ഞാനിപ്പം വെക്കുന്ന സ്റ്റൈലിലുള്ള പരിപ്പ് കറിയാണ്. സാധാരണ കണ്ണൂരുകാരെ പരിപ്പ് കറി തന്നെ, പക്ഷെങ്കിൽ മല്ലിയിലയും കൂടി എല്ലാം ഇടുവേ ഞാൻ. ഇതില്ലേ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാനിപ്പോൾ ഒന്നും വാങ്ങലില്ല, എല്ലാം ഉള്ളത് മൊത്തം തീർക്കാൻ വേണ്ടി നോക്കലാന്ന്. പുതിയതായിട്ട് ഞാനൊന്നും വാങ്ങലില്ല, ഉള്ളത് വെച്ചിട്ടാണ് എല്ലാം അഡ്ജസ്റ്റ് ആക്കൽ. കാര്യം ഈ കടല ഇങ്ങനത്തെ പൾസസ് എല്ലാം വാങ്ങിയാലില്ലേ വേഗമൊന്നും എൻ്റെ അടുത്ത് നിന്ന് തീരലില്ല. പക്ഷേ ഇനിയിപ്പം പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ഉണ്ടാക്കി തീർക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അപ്പോഴേക്കിതാ ചോറ് പതച്ചിട്ട് വന്നേന്, അത് അവിടെ തുറന്ന് വെച്ചതാണ്. എനിക്ക് ഈ ഗ്യാസുമേൽ ഇങ്ങനെ പതച്ച് മറിഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്തെല്ലോ ആവും, ഭയങ്കര ഇടങ്ങാറാണ്. അതുകൊണ്ട് ഞാനെല്ലാം പ്രത്യേകം നോക്കലുണ്ട്. ഇനിയിപ്പോൾ ഇല്ലേ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കഴുകുക, എന്നിട്ട് അതിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ചില പരിപ്പിൽ മുളക് പൊടി ഇടൂല, പക്ഷേങ്കിൽ ഞാൻ ഇടലുണ്ട് മഞ്ഞൾപ്പൊടി, പിന്നെ
ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയും ഒരു തക്കാളിയും പിന്നെ പച്ചമുളക് എരിവ് നോക്കിയിട്ട് കുറച്ച് എരിവുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവേ. മുളക് പൊടി പിന്നെ കളറിന് വേണ്ടിയിട്ട് മാത്രമേ ഇടുന്നത്, അതങ്ങനെ എരിവൊന്നും ഉണ്ടാവില്ലല്ലോ, കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചോറിൽ ഉപ്പിടുന്നുണ്ട്. നമ്മൾ ചോറിൽ എന്തായാലും ഉപ്പിടുവേ, ഉപ്പിടാത്ത ചോറ് എന്തോ പോലെയാണ്. പക്ഷേ ചില നാട്ടിൽ ഉപ്പിടൂല എന്ന് പറയുന്നത് കേട്ടിന് ഞാൻ. നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടില്ലേ. പക്ഷേങ്കിൽ നമുക്ക് എന്തായാലും ഉപ്പിടണം, ഉപ്പിടാത്ത ചോറ് തിന്നുമ്പോൾ എന്തോ പോലെയാണ്. പക്ഷെ നമ്മളെ നാട്ടിലും റെസ്റ്റോറൻറ്റ്സിലൊന്നും ഉപ്പിടൂല കേട്ടോ, അത് നമുക്ക് അറിയാം. പക്ഷെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇടുവേ. ഇനിയിപ്പോൾ ഇതാ ചോറ് വാർത്ത് പിന്നെന്താ കറിയും ഓൾമോസ്റ്റ് അടുപ്പിലായില്ലേ, അപ്പോൾ പിന്നെ വേറെ ഒന്നും കാര്യമായിട്ട് പണിയില്ലല്ലോ. ഇനി ഇത് കാച്ചി വയ്ക്കണേ. ഈ മട്ടൻ്റെ കിഡ്നി ഇല്ലേ, കിഡ്നി വന്നതിന് ശേഷം കുറച്ച് ലിവറും മിക്സ് ഉണ്ട് കേട്ടോ അതിൽ. അത് ഞാൻ നേരെ ഒരു ചട്ടിയിലേക്ക് മാറ്റീനെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെയും കുറച്ചും കൂടി കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം വരട്ടിയെടുക്കുക. അതിൽ കുറച്ച് വെള്ളം ഉണ്ടേനെ, അത് നല്ലോണം വറ്റി കഴിഞ്ഞാൽ റെഡിയായി. ഇത്രയേ ഉള്ളൂ പണി, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ പരിപ്പില്ലേ വെന്ത് വന്നേനെ. ഇനിയിപ്പോൾ ഇതിലേക്ക് മല്ലിയില ഇടാം. ചിലർക്ക് പരിപ്പിൽ മല്ലിയില ഇട്ടാൽ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേങ്കിൽ നമുക്കിഷ്ടമാണ്. അപ്പോൾ കുറച്ചധികം മല്ലിയില ഇടാൻ നല്ല രസമായിരിക്കും. ഈ പരിപ്പ് കറി നമുക്ക് ചപ്പാത്തിക്ക് എടുക്കാം, അല്ലെങ്കിൽ വേറെ രാത്രിക്കത്തെ ഫുഡിനെല്ലാം എടുക്കാനും പറ്റും കേട്ടോ. ഇനിയിപ്പോൾ പരിപ്പിൽ കാച്ചി വയ്ക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുകിടുക, പിന്നെ വെളുത്തുള്ളിയില്ലേ അത് കുറച്ച് അധികം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ കറിവേപ്പില ചുവന്ന മുളക് ഇതെല്ലാം ഇട്ടിട്ട് കാച്ചി വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ പരിപ്പ് കറി. ചില ആൾ മല്ലിയില ഇടൂല, ബാക്കിയെല്ലാം സെയിം തന്നെ. പിന്നെ നമ്മൾ ചുവന്ന പരിപ്പാട്ട എടുക്കുക ചെറുത്. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതും റെഡിയായി. ഞാനിതിപ്പോൾ കുറച്ച് അധികം വെച്ച് ചിലപ്പോൾ നാളെ ഉച്ചയ്ക്കും ഞാൻ ഈ പരിപ്പ് കറി എടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാത്രി ഫുഡ് ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിക്കെല്ലാം ആണെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതേപോലെ എന്തെങ്കിലും ഫ്രൈ ഉണ്ടായാൽ മതി. അപ്പോൾ ഇതും ലിവറും നല്ലോണം വറ്റി വന്നേനെ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, ഭയങ്കര ഡ്രൈ ആക്കുന്നില്ല ഞാൻ, കുറച്ചൊരു ഗ്രേവി പോലെ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പം നല്ല ടേസ്റ്റാണ്. ലിവറിൽ എപ്പോഴും കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് വെച്ചാലാണ് ഏറ്റവും നല്ല. ഇനിയിപ്പോൾ ഞാനിന്ന് വറവൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളിങ്ങനെ കഴിക്കലുണ്ടാ? ഇപ്പോൾ ഈ ഒരു കോംബോക്ക് നമുക്കിതിങ്ങനെ ഇഷ്ടമാണ്. പരിപ്പ് കറിയാണെങ്കിൽ എങ്ങനെയാണെന്നറിയാം, കക്കരിയില്ലേ വെറുതെ കട്ട് ചെയ്തിട്ട് പരിപ്പ് കറിയും ചോറും മിക്സ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനില്ലേ ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമ്മൾ ഈ പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കണം എന്ന് പറയില്ലേ, അത് മൊത്തത്തിൽ നമുക്ക് നടക്കുകയൊന്നും ചെയ്യില്ല, എന്നാലും ട്രൈ ചെയ്യാമല്ലോ. ഇപ്പം നമ്മളല്ലേ നമ്മളെ വീട്ടിലെ കിച്ചൺ മാനേജ് ചെയ്യുന്നത്, അപ്പം നമ്മൾ വിചാരിച്ചാൽ നമ്മളെ ഫുഡ് കഴിക്കുന്ന ആ ഒരു രീതി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഇക്കാക്കും ഭയങ്കര ആഗ്രഹമാണ് ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കണമെന്ന്. അപ്പോൾ പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കണം നമ്മൾ വിചാരിക്കും. അപ്പോൾ വറവെല്ലാം ഉണ്ടെങ്കിൽ പിന്നെയും സെറ്റാവും. ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് വറവില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കക്കിരി എടുത്തത്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഇപ്പം മീൻ ചിക്കൻ എല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂട്ടിയെടുക്കുക, പിന്നെ ചോറിൻ്റെ അളവ് കുറക്കുക അങ്ങനെ. ഇതിപ്പോൾ ആകെ 2 സ്പൂൺ ചോറ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഈ പരിപ്പ് കറിയിൽ കക്കിരിയും എന്തെങ്കിലും ഇങ്ങനെ ഫ്രൈ എല്ലാം വെച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടോ. പിന്നെ ഇല്ലേ നിങ്ങളെല്ലാവരുടെ കമൻസും ഞാൻ കാണലുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് എനിക്ക് കമൻസിനൊന്നും റിപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. ഇതേപോലെ ഞാൻ എന്തെല്ലോ ഒരു ക്ലീനിങ്ങും തിരക്കും എല്ലാം ആയതുകൊണ്ടെല്ലാം ആന്നിട്ടാ. ഇൻഷാ അല്ലാ ഞാൻ സമയം കിട്ടുമ്പോൾ ഇരുന്നിട്ട് എല്ലാത്തിനും റിപ്ലൈ ആക്കുന്നുണ്ട്. എല്ലാം ഞാൻ വായിക്കലുണ്ട്, പക്ഷേങ്കിൽ നമ്മളിങ്ങനെ വായിച്ചു പോകുന്ന പോലെയല്ലല്ലോ, റിപ്ലൈ ആക്കാൻ ഇരുന്ന് ഇങ്ങനെ കുറേ സമയം വേണ്ടേ, അതുകൊണ്ട് എനിക്ക് സമയം കിട്ടാത്ത. പക്ഷെ എല്ലാം ഞാൻ വായിക്കലുണ്ട് കേട്ടോ. പക്ഷെ ചില ഡൗട്ടെല്ലാം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവും, അതിനൊന്നും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇങ്ങനെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാണ്ട് കുറേ പെൻഡിങ് വെച്ചാലും എന്തെല്ലോ സ്ട്രെസ്സാവും, ഞാൻ കൊടുത്തിട്ടില്ലല്ലോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കലുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തേ വൈകുന്നേരം, പിന്നെ ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞ് നേരത്തെ എണീച്ചുകൊണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് മഗ്‌രിബിൻ്റെ സമയത്താണ് പിന്നെ എണീച്ചത്. പിന്നെ ഇന്നുൻ്റെ ഫ്രണ്ട് ഇന്ന് നമ്മളെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. ഇന്നുൻ്റെ ഫ്രണ്ടും ഞാൻ പറഞ്ഞിട്ടില്ലേ അവളെ ബെസ്റ്റ് ഫ്രണ്ട് നാട്ടിലേക്ക് പോകുന്നുണ്ടെന്ന്, ആ ഫ്രണ്ടാണ് ഈ ഫ്രണ്ട്. ഇവൾ നാളെ നാട്ടിലേക്ക് പോകല, മീൻസ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ നേരെ പിറ്റേ ദിവസം. ഇവൾ തൃശ്ശൂരാണ് ഇവരെ നാട്. അപ്പോൾ നമ്മളിങ്ങനെ പറയും ഇവർ കുറച്ച് കഴിഞ്ഞാൽ കാണുമോ, ഇനിയിപ്പം ഇവരിനി എപ്പോൾ കാണുക. നമ്മൾ ഫ്രണ്ട്സിൽ നമ്മൾ നാട്ടിലായതുകൊണ്ട് നമുക്ക് എപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ഇന്നുൻ്റെയും ആലുൻ്റെയും കേസിൽ അവരെ ഫ്രണ്ട്സ് പല നാട്ടിലായതുകൊണ്ട് നാട്ടിൽ പോയാൽ പിന്നെ അവരെ കാണാൻ പറ്റില്ലല്ലോ. നമ്മളെല്ലാം സ്വന്തം നാട്ടിലായതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ പറയില്ലേനു. പക്ഷേങ്കിൽ ഇവിടുന്ന് ഇവളുടെ പേര് ഷജാനാണ്.
അപ്പോൾ ഇവിടുന്ന് ഷസയും പോകുന്നതുകൊണ്ട് ഇന്നു ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഷസ ഇവിടെ നിൽക്കുമ്പോൾ ഓൾക്ക് നാട്ടിൽ പോകാൻ മനസ്സ് വരില്ല. പക്ഷെ ഓളും നാട്ടിൽ പോകുന്നുണ്ട്, സെറ്റിലാവാൻ വേണ്ടി തന്നെ പോകുന്നതാണ്. നമ്മളും അങ്ങനെ പോകുന്നതുകൊണ്ട് ഇന്നു കുറച്ചും കൂടി ഹാപ്പിയാണ്. ഇന്നു ഇവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ് എല്ലാം വാങ്ങിയിട്ടുണ്ടേനെ. ബ്രേസ്ലെറ്റ് പോലത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടേനെ കുറേ ദിവസം മുന്നേ. പക്ഷേ ഇപ്പം സ്കൂളില്ലാത്തതുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല. അങ്ങനെ ആ ബ്രേസ്ലെറ്റ് ഇന്നു എന്നെ യൂസാക്കി. അതുകൊണ്ട് ഞാൻ ഇന്ന് വിചാരിച്ച് ഇവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണമെന്ന് വിചാരിച്ചേനെ. പക്ഷേങ്കിൽ ഓൾ അറിയാണ്ട് ഓളെ കൊണ്ട് തന്നെ ഓൾക്ക് ഇഷ്ടമുള്ള ഐറ്റം എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നേനെ. അങ്ങനെ ഞാൻ ഓളോട് ഇന്നുവിന് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് നമുക്ക് വാങ്ങാൻ പുറത്ത് പോകാമെന്നെല്ലാം പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പുറത്ത് പോകല. കുറച്ച് സമയമായി റൂമിൽ വന്നിട്ട് പിന്നെ അവർ കുറേ കളിക്കെല്ലാം ചെയ്ത് എന്നിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകാൻ പോകുന്നത്. കേരിക്ക് കുഴപ്പമില്ല. പിന്നില്ലേ ഞാൻ എന്തിനാ വീഡിയോ എടുത്ത് അറിയാവാ, എനിക്കില്ലേ ഇന്നുവിന് കുറച്ച് ഗിഫ്റ്റ് വാങ്ങണം. നീ ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ? ആ നീ അവിടെ ഇരിക്ക്. പറ. അപ്പൊ ഇല്ലേ നിനക്ക് വാങ്ങിത്തരും. ബർത്ത്ഡേ ഓളെ നമ്മൾ നാട്ടിൽ പോകുന്നല്ലേ, അപ്പോൾ ബർത്ത്ഡേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവളോട് പറയാൻ പാടില്ലേ. പക്ഷെ നിനക്ക് ഇഷ്ടപ്പെട്ട നീ സെലക്ട് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ? ഇല്ല അത് ഇന്നൂനാന്ന് പറയണ്ട. ഓക്കെ? ഇവളിപ്പം അറ്റാക്ക് വരും. ഷസ ഇന്നുവിന് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുത്ത ഫ്രെയിമാണ് ഇത്. ഇത് ഞാൻ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്തതേനു. പിന്നെ ഇവരെ ചെറുതിലെ ഫോട്ടോസാണ് കേട്ടോ ഇത്. രണ്ടാളും ആ ഒരു കുഞ്ഞു പ്രായത്തിലുള്ളത്. മാഷാല്ലാ. അമ്മ ഇന്ന എങ്ങനെ ഇത്ര ഹൈറ്റ് വെച്ചേ? നിന്നെ വേണാ? ഇവളെ വേണാ? വേണാ? എന്നാ കൊടുത്തോ. അന്ന വേണോ? ഇനിയിപ്പോൾ നമ്മൾ റെഡി ആയിട്ട് പുറത്തേക്ക് പോകലാം. കുറച്ച് നേരത്തെ പോകണമെന്ന് വിചാരിച്ചേനു. നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ. ഇപ്പം ഇങ്ങനെ നമുക്ക് കുറച്ച് പച്ചക്കറിയും സാധനമെല്ലാം വേണേനു. മീനും ഇല്ല, കുറേ ദിവസമായി പോകണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേങ്കിൽ പിന്നെ ഇന്ന് ഇവിടെ റൂമിൽ വന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് സമയം റൂമിൽ നിന്ന് കളിച്ചോട്ട് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. 9:30 എല്ലാം അതിന് പോകുമ്പോൾ. പിന്നെ വണ്ടി കുറച്ച് ദൂരേനും പാർക്ക് ചെയ്തതിന് അത് അവൾ നടന്നിട്ട് കുറച്ച് സമയം പോയേ. അങ്ങനെ ഞാനൊരു 9:30 ആവുമ്പോൾ ഇറങ്ങി. പിന്നെ റോട്ടിൽ കുറച്ച് നല്ല തിരക്കേനു. അങ്ങനെ ഒരു 10 മണിയായിരുന്നു ലുലുവിലേക്ക് എത്താൻ. കുറേ ദിവസം മുന്നേ ഇന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടേനു ഷസക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം. അങ്ങനെ ഓൾ 1-2 കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങി. ഞാൻ പറഞ്ഞിട്ടില്ലേ ബ്രേസ്ലെറ്റെല്ലാം വാങ്ങി. അത് ഓൾ തന്നെ യൂസാക്കി കുറേ ദിവസം കാണാണ്ട് നിന്നിട്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാനിങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞ് എന്താ പറയുക അവർക്ക് ഇഷ്ടമുള്ള തന്നെ സെലക്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ രണ്ടാളും ഒന്നും സെലക്ട് ചെയ്യുന്നില്ല. എനിക്കിത് ഇഷ്ടമായിന അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് നിൽക്കലാണ്. രണ്ടാളും ഒന്നും എടുക്കുന്നില്ല. എനിക്കാണെങ്കിൽ വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവരോട് തന്നെ സെലക്ട് ചെയ്യാൻ പറഞ്ഞേ. അതിൻ്റെ മറ്റേ പിങ്ക് ആൻഡ് ബ്ലാക്ക് ഉണ്ടോ? നിങ്ങൾ പിങ്കിനോടുള്ള ഇഷ്ടം പോയല്ലേ നിങ്ങൾക്ക്? ഇഷ്ടമില്ല. ബ്രഷ് വേണോ? ബ്രഷ് ഒരു സെറ്റ് ബ്രഷ്. വേണോ? ഇതൊക്കെ ആലും സെലക്ട് ചെയ്താണേ. ഇത് വേണോ? വേണോ? അങ്ങനെ നമ്മളില്ലേ ആടെ ഒരു അരമണിക്കൂർ നോക്കി കുറച്ച് സാധനങ്ങൾ. ഞാൻ പറഞ്ഞ ഒരു 3-4 ഐറ്റംസ് വാങ്ങിക്കോന്നെല്ലാം. പിന്നെ ഇവർ ഓരോ സാധനങ്ങൾ നോക്കാമെന്നല്ലാണ്ട് ഇവർക്കൊന്നും ഇഷ്ടമൊന്നുമില്ല. ആലുവിനോടാണ് ഇത് പറഞ്ഞെങ്കിൽ ആലു ഈ കടയിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ട്രോളിയിലിടുന്നു. പക്ഷേങ്കിൽ ഇവർ രണ്ടാളും കൂടി സെലക്ട് ചെയ്ത ഐറ്റംസ് ആയത് ലാസ്റ്റ്. പക്ഷേങ്കിൽ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ള ഈ വാട്ടർ ബോട്ടിലുള്ള ഞാൻ അവരോട് ചോദിച്ചു ഇതിൽ നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന്. അവരും പറഞ്ഞ് വാട്ടർ ബോട്ടിലാണ് നല്ലതെന്ന്. പിന്നെ ചെറിയ കാറെല്ലാം എടുത്ത് ട്രോളിയിലിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്നും വാങ്ങണ്ട, വാട്ടർ ബോട്ടിലാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമായ. അപ്പോൾ അതുകൊണ്ട് വാട്ടർ ബോട്ടിലും പിന്നെ ഒരു ഷൂവും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷൂ എന്നെ നോക്കി സെലക്ട് ചെയ്ത്. അങ്ങനെ ഞാൻ അവളോട് ജസ്റ്റ് ഇട്ട് വെക്കാൻ പറഞ്ഞ്. എനിക്ക് ഓൾക്ക് സർപ്രൈസ് അയച്ച് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓൾക്കാണെന്ന് ഞാൻ പറയുകയും ചെയ്യാം. അങ്ങനെ ഇട്ട് നോക്കി നമ്മളത് റാപ്പ് ചെയ്തിട്ട്
ഓൾക്ക് തന്നെ കൊടുത്ത്. അപ്പോൾ ഓള് സർപ്രൈസ് ആയിന്. എന്നിട്ട് കൊടുക്ക് നിനക്കാണ്. അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പിന്നെ സമയം 11 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടേനോട്ടാ. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് റൂമിൻ്റെ അടുത്ത് പോയിട്ട് ഇക്കാനെയും കൂട്ടി ഇനിയിപ്പം ഞാൻ ഫുഡ് രാത്രിക്ക് ആക്കിയിട്ടില്ല. രാത്രി പുറത്തുനിന്നാണ് ഇന്ന് ഫുഡ് കഴിക്കുന്നത്. എനിക്ക് തോന്നിയതൊരു വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ചയാണ് ഇപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച കേട്ടോ. പിന്നെ ഇവളെ ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് ഇവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം. കാര്യം ഓള് നാളെ നാട്ടിലേക്ക് പോകല. പിന്നെന്താ ഇനിയിപ്പോൾ ഓള് നാട്ടിൽ പോയി പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്യും. എനിക്കും അതേപോലെ തന്നെ കുറച്ച് നേരത്തെ പോകണം എന്നുണ്ടെനി. ഞാനും 2 ആഴ്ചക്ക് ചിലപ്പോൾ ഒരു 10 ദിവസമെല്ലാം കഴിയുമ്പോൾ പോവും. നമ്മൾ ഇനിയും ടിക്കറ്റ് എടുത്തിട്ടില്ല. പക്ഷേങ്കിൽ കണ്ണൂരോട്ട് പുതിയ ഫ്ലൈറ്റെല്ലാം വന്ന് അങ്ങനെയെല്ലാം ഞാൻ പുതിയ ഫ്ലൈറ്റല്ല സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലൈറ്റ് സർവീസ് എല്ലാം പിന്നെയും തുടങ്ങി എന്നെല്ലാം പറയുന്നത് കേട്ടാണ്. ഇൻഷാ അല്ലാ നമ്മളും വേഗം തന്നെ പോകും. നീ ഏത് സ്കൂളിൽ പോകുന്ന? പീസ് പബ്ലിക് സ്കൂളാ, തൃശ്ശൂർ. ഏത് സ്ഥലം പറഞ്ഞ? എടവണ്ണ, പടിയൂർ. പടിയൂർ ഇവിടെ കണ്ണൂർ പടിയൂറില്ലേ? കണ്ണൂർ പടിയൂറുണ്ട്. കണ്ണൂരുണ്ട് പക്ഷെ പടിയൂർ ഉണ്ട്. കണ്ണൂര് പടിയൂർ വേറെ, ഇത് വേറെ. തൃശ്ശൂർ പടിയൂർ വേറെ. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു. ബൈ.